Hi guys, welcome back to Random IV96. So today what we're going to basically do is റിവ്യൂ അല്ല, ഇന്ന് നമ്മളൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. ഒരു 5 മിനിറ്റും കൊണ്ട് 5 to 10 മിനിറ്റ്സിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചീസ് കേക്ക്. യു ഹേർഡ് ഇറ്റ് റൈറ്റ്, ചീസ് കേക്ക്. അത് ഞാനല്ല ചെയ്യണേ, എൻ്റെ മദറാണ് ചെയ്യാൻ പോണത്. സോ ഷീ വിൽ ബി ഇൻട്രൊഡ്യൂസിങ് യു ടു ദ ചീസ് കേക്ക് റെസിപ്പി. ഹായ് ഓൾ, ഞാൻ ഇന്ന് എൻ്റെ മകൻ്റെ യൂട്യൂബ് ചാനലായ റാൻഡം ബൈ V96ലേക്ക് ഒരു കുക്കിംഗ് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈസി കുക്കിംഗ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും അങ്ങോട്ട് അടുക്കളയിൽ കയറി ഒത്തിരി നേരം നിൽക്കുന്നതൊന്നും ഇഷ്ടമില്ലാത്തതായതുകൊണ്ട് കയറി പെട്ടെന്ന് കുക്ക് ചെയ്ത് ഇറങ്ങുന്ന വിധത്തിലുള്ള റെസിപ്പീസ് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ആദ്യം നമുക്ക് ഒരു സ്വീറ്റിലേക്ക് തുടങ്ങാം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു, നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ എന്താണ് സ്വീറ്റ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു പെട്ടെന്ന് ഒരു ടെൻഷൻ കയറും. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പെട്ടെന്ന് അവരിയ്ക്കുമ്പോൾ തന്നെ 5-10 മിനിറ്റ് സമയം മതി, അതിനുള്ളിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിന് ചീസ് കേക്ക് എന്ന് പേര് പറയാം, കാരണം അതിൻ്റെ ടെക്സ്ചറും കാര്യവും ഉൾക്ക് വരുമ്പോൾ ചീസ് പോലെ, പക്ഷേ അത് ചീസ് ചേരുന്നേ ഇല്ല. കാരണം ഇപ്പോൾ മുക്കാൽ ആൾക്കാർക്കും ചീസ് ഇഷ്ടപ്പെടാത്തവരാണ്, കുട്ടികൾ മാത്രമേ ഉള്ളൂ ചീസ് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഈ ചീസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിന് പകരം ഞാൻ അധികം പുളിയില്ലാത്ത തൈര് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് ഉണ്ടാക്കി അത് കാണുമ്പോൾ ചീസ് കേക്കിൻ്റെ അതേ ടെക്സ്ചറും എല്ലാം അതേപോലെ ഇരിക്കും, പക്ഷേ അതിൽ ചീസ് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്നാണോ പറഞ്ഞുതരാം. അതിൻ്റെ ബേസിന് വേണ്ടി നമുക്ക് മാരി ബിസ്ക്കറ്റ് എടുക്കണം. അപ്പം എൻ്റെ ഇതിപ്പോൾ ഒരു പാക്കറ്റേ ഉള്ളൂ. ഇത് 2 പാക്കറ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്, പക്ഷേ മാരി ബിസ്ക്കറ്റ് തന്നെ എടുക്കണമെന്നില്ല. ഇത് ഞാൻ ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഒറിയ ആയിരിക്കും ഇരിക്കുക, ഇതേപോലെ ഗസ്റ്റ് വരുമ്പോൾ മാരി ബിസ്ക്കറ്റ് ഉണ്ടാവില്ല, അപ്പോൾ ഒറിയ ആയിരിക്കും സ്റ്റോക്ക്. അന്നേരം ഞാൻ ആ ഓറിയോ ബിസ്ക്കറ്റ് എടുക്കുന്നത്, അത് ഇച്ചിരി ഏറെ എടുക്കും. ബേസിന് വേണ്ടിയാണ് ഓറിയോ ബിസ്ക്കറ്റ് എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബിസ്ക്കറ്റും, പാളിജിയോ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ ആ ബിസ്ക്കറ്റ് അന്നേരം അവൈലബിൾ ആയിട്ടുള്ള ബിസ്ക്കറ്റ് എടുക്കുക. എന്നിട്ട് അതിനൊപ്പം അതിന് ബേസിന് വേണ്ടി ഞാനിതൊരു 100 ഗ്രാം ബട്ടർ എടുത്തേക്കുന്നത്, ഒരു പാക്കറ്റ്, എന്നാലും അത് സെറ്റായി വരുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ബേസിന് വേണ്ടി. പിന്നെ അതിൻ്റെ മേളിൽ അതിൻ്റെ ബാറ്ററിന് വേണ്ടിയുള്ളതാണ് ഒരു ടിൻ കണ്ടൻസ് മിൽക്ക്, ഒരു പാക്കറ്റ്. ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന KDDയുടെ തിക്ക് ക്രീമാണ്, നാട്ടിൽ ഇതേപോലെ കിട്ടും ഫ്രഷ് ക്രീം. അത് 1 കപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പാക്കറ്റ് ഇവിടെ എന്ന് പറയുന്നത് ഇത് 1 കപ്പാണ്. നാട്ടിൽ നമുക്ക് പാക്കറ്റ് കിട്ടുന്നത് അത് നിങ്ങൾ 1 കപ്പ് അങ്ങ് എടുക്കണം, എല്ലാം 1 കപ്പാണ്. ഇത് 1 കപ്പാണ് ഏകദേശം ഈ കണ്ടൻസ് മിൽക്ക്. അപ്പോൾ ഇതൊരു ടിൻ എടുക്കുക. ഇവിടെ പുറത്തുള്ളവർക്ക് ഇതൊരു പാക്കറ്റ് ഇങ്ങനെ അവൈലബിളാണ്, അത് 1 പാക്കറ്റ് എടുക്കുക. അതുപോലെ പുറത്ത് ഉള്ളവർക്ക് 1 കപ്പ് തൈര് ഇങ്ങനെ കിട്ടും, അധികം പുളിക്കാത്ത തൈര്. നാട്ടിലുള്ളവർക്ക് അത് നിങ്ങൾ ഇത് 3 ഒരേ ഏത് കപ്പ് എടുക്കുന്നു അതേ കപ്പിനുള്ള മെഷർ സെയിം കപ്പ് തന്നെ എടുത്ത് 3 ഓരോരോ കപ്പ് ഇത് എടുക്കണം. അതാണ് വേണ്ടത്. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ പിന്നെ 2 സാഷ് ജലാറ്റിൻ. ഈ ബാറ്റർ സെറ്റ് ആകാൻ വേണ്ടിയാണ് 2 സാഷ് ജലാറ്റിൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അത് നമ്മൾ പൊടിക്കണം. അത് മാരി ബിസ്ക്കറ്റിന് പകരം നമുക്ക് ഒറിയോ എടുക്കാം, പാളിജി എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള അപ്പോൾ ഏതാ ബിസ്ക്കറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിച്ച് എടുക്കുക. അത് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. അത് നമ്മുടെ മിക്സിയിലിട്ട് പൊടിച്ച് എടുക്കുക. ഇതേപോലെ തരി പോലെ പൊടിച്ച് കേട്ടോ, പൊടി പോലെ. അത് നമ്മൾ ഏത് ട്രേയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ട്രേയിലേക്ക് തട്ടുക. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവാണ്, പെട്ടെന്ന് ചെയ്യാം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഇരിക്കുമ്പം തന്നെ നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. അവർക്കൊരു സ്വീറ്റ് ഭക്ഷണം കഴിഞ്ഞിട്ട് കൊടുക്കണമല്ലോ എന്ന് ഇത് വേണ്ട, ടെൻഷൻ വേണ്ട. ഓടി വന്ന് അവരിയ്ക്കുമ്പോൾ തന്നെ ഓടി വന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പോകാം, അറിയുക പോലും ചെയ്യില്ല. ഓക്കെ, അതാണ് ഞാൻ ഇത്ര ഒരു 100 ഗ്രാം ബട്ടർ എടുത്തത്. ഇതിലിപ്പോൾ 1 പാക്കറ്റ് മെറി ബിസ്ക്കറ്റാണ്, അതിൽ 100 ഗ്രാം എടുത്തു. നിങ്ങൾക്ക് 2 പാക്കറ്റ് മെറി ബിസ്ക്കറ്റ് എടുക്കാം. എൻ്റെ ഈ പൊടിയും ഈ ബട്ടറും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യണം, നല്ല മിക്സ് ആവണം, എന്നാലും അത് സെറ്റ് ആവുള്ളൂ. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, ഇതൊന്നും സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല, കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ബട്ടർ കുഴച്ച് ഇതിങ്ങനെ ഒരു തിക്ക് ഒരു മാവ് പോലെ ആയി കണ്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇതിനായിട്ട് നിരത്തി, ഇതാണ് എൻ്റെ ബേസ്, ഫുള്ള് ഇവിടെ നിരത്തി വെക്കണം. കൈ കൊണ്ട് ചെയ്യാൻ നല്ലത്, ഞാനിപ്പോൾ സ്പൂൺ എടുത്തതേ ഉള്ളൂ, കൈ ഉണ്ടാകുമ്പോൾ പൊട്ടത്തില്ല. അപ്പോൾ ഇത് ഞാൻ ബേസ് സ്പ്രെഡാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1 പാക്കറ്റ് ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തിക്നെസ് കുറവാണ്. നിങ്ങൾക്ക് 2 പാക്കറ്റ് മെറി ബിസ്ക്കറ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല തിക്ക് ലെയർ കിട്ടും. ഓക്കെ, ഇനി ഞാനിത് ഫ്രീസറിൽ വെക്കുക. ഇത് സെറ്റാകണം. ഈ സെറ്റാകുന്ന നേരം കൊണ്ട് നമുക്ക് അതിൻ്റെ അപ്പർ ബാറ്റർ റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാറ്ററിലേക്ക് പോകാം. ആ നേരം കൊണ്ട് ഇത് ബാറ്റർ ഉണ്ടാക്കുന്ന നേരം കൊണ്ട്
ബിസ്ക്കറ്റിൻ്റെ ലെയർ സെറ്റാവും. അപ്പോൾ അതിലേക്ക് വേണ്ടിയത് നമുക്ക് 400 ഗ്രാമിൻ്റെ ഒരു ടിൻ കണ്ടൻസ് മിൽക്കാണേ. ഓക്കെ, അത് ഇതിലേക്ക് ഒഴിക്കുക. അത് പൊട്ടിച്ച് വെച്ചു. പിന്നെ നമുക്ക് വേണ്ടിയത് അത് മൊത്തം അതിലേ ഒഴിക്കണേ. 400 ഗ്രാം ഫുള്ള് ഒഴിക്കണം, ബാക്കി വെച്ചേക്കണ്ട, ഒരു ടിൻ ഫുള്ള്. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു കപ്പ് തൈര്, അത് 200 ഗ്രാമാണ്, അത് ഒരു കപ്പുണ്ട്, അതും ഫുള്ള് അതിലേക്ക് ഒഴിക്കണം. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ഒരുമിച്ചിട്ട് മിക്സിയിലിട്ട് അടിക്കേണ്ടത്. അധികം പുളിയില്ലാത്ത തൈരാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, പുളിക്കാൻ പാടില്ല, പുളിയില്ലാത്ത തൈര്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് ചീസ് കേക്ക് എന്നാണ് പറയുന്നത്, പക്ഷേ ഇതിൽ നമ്മൾ ചീസ് ആഡ് ചെയ്യുന്നില്ല. കാരണം പലർക്കും ചീസ് ഇഷ്ടമല്ല, അപ്പോൾ നമ്മൾ ചീസ് ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം പുളിയില്ലാത്ത തൈരിടും. അപ്പം കാണുമ്പോൾ ചീസിൻ്റെ ഒരു ടെക്സ്ചർ വരും. എൻ്റെ ഈ ഒരു 200 ഗ്രാമിൻ്റെ ഫ്രഷ് ക്രീം, തിക്ക് ഫ്രഷ് ക്രീമും അതിലൊഴിച്ചു. ഓക്കെ, എന്നിട്ട് നമ്മളിത് മിക്സിയിൽ അടിക്കുക ചെയ്യാം. ജസ്റ്റ് ഒത്തിരി നേരം വേണ്ട, ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്താൽ മതി. ഈ ബാറ്റർ ഇവിടെ ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ജെലാറ്റിൻ മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് അൺഫ്ലേവേർഡ് പ്ലെയിൻ ജെലാറ്റിന് അത് 2 സാഷ എടുക്കണം. 2 സാഷ ഒരു ബൗളിനകത്ത് ഡബിൾ ബോയിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ അധികം സമയമില്ല, ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇത് എല്ലാം കൂടെ സ്പീഡ് ചെയ്യുവാണെങ്കിൽ എല്ലാം കൂടെ ഒരു 5 മിനിറ്റ് കൊണ്ട് തീരും കാര്യങ്ങൾ. ബിസ്ക്കറ്റ് സെറ്റ് ചെയ്ത് വെച്ചു, നമ്മൾ ബാറ്റർ പെട്ടെന്ന് മിക്സിയിലിട്ട് അടിച്ചു. എന്നിട്ട് ഈ 2 സാഷ ജെലാറ്റിൻ ഇട്ടിട്ട് അതിലൊരു 3/4 കപ്പ് വെള്ളം ഒഴിക്കും. ഓക്കെ, ഒഴിച്ചിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യണം. അപ്പോൾ അതിന് നമ്മളിങ്ങനെ ഒരു വെള്ളം എടുത്ത് ഒരു പാൻ എടുത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഇറക്കി വെച്ചിട്ട് ഈ ജെലാറ്റിന് നമ്മൾ മെൽറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇത് ഫുൾ മെൽറ്റായി, തരിയൊന്നുമില്ല, നല്ല ഇതിൽ മെൽറ്റായി. ഡബിൾ ബോയിൽ ചെയ്ത് കൊടുത്തു. ഞാനിത് അതിൽ നിന്ന് എടുക്കുക. അതിൽ നിന്ന് എടുത്തിട്ട് ഇത് ഇച്ചിരി തണുക്കണം. തണുത്തിട്ട് കുറച്ച് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. കാരണം ഇത് തൈരും ഒക്കെയല്ല, അതിലൊഴിച്ചാൽ ചൂടോടെ ഒഴിച്ചാൽ പിരിഞ്ഞു പോകും. അത് ഫുള്ള് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് ഒരു 2 വെപ്പ് അടിച്ചാൽ മതി. ഒരുപാട് അടിക്കരുത്, ജസ്റ്റ് 2 വെപ്പ് മാത്രം അടിച്ചെടുക്കുക. നല്ല കല്ല് പോലെ കണ്ട, നല്ല ഉറച്ചു. ഉറച്ചാലേ നമുക്ക് ഈ ബാറ്ററിയിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ മിക്സായി പോകും. അപ്പോൾ ഉറച്ചതിന് ശേഷം നമ്മൾ ഈ മിക്സിയിൽ അടിച്ച ബാറ്റർ അതിൻ്റെ മേലോട്ട് ഒഴിക്കുന്നു. ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കും. ഇത്രയേ ഉള്ളൂ. ഇത് എല്ലാം കൂടെ ഒരു 5 മിനിറ്റ് അല്ല മാക്സിമം 10 മിനിറ്റ് വേണ്ടി വരുള്ളൂ. അപ്പോൾ ഇത് 2 ട്രേയിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഈ ബാക്കിയുള്ള ബാറ്ററിനകത്ത് കുറച്ച് ചോക്ലേറ്റ് പൗഡറോ അല്ലെങ്കിൽ ചോക്ലേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അരച്ചിട്ട് നിങ്ങൾക്ക് അത് വേറെ ഒരു സെറ്റും ആക്കാം. ഞാനിത് ഫ്രീസറിൽ വെച്ചില്ല, ഞാൻ താഴെയാണ് വെച്ചത്. എന്നിട്ടും ഇത് സെറ്റായി കണ്ടോ. ആകെ 10 മിനിറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 5-10 മിനിറ്റിനുള്ളിൽ സെറ്റാവും. ഇത് ഇങ്ങനെ സെറ്റായി. ഇനി നമുക്കിതിനെ സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്യുന്നതിന് മുന്നേ സിമ്പിളാക്കുന്നതിനേക്കാളൊന്ന് ഡെക്കറേറ്റീവ് ആക്കാം ഗസ്റ്റിന് കൊടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അതിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് കട്ട് ചെയ്യുന്ന അത് കണ്ട കേക്ക് പോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, സ്ലൈസസ് ആക്കി. ഓക്കെ, നമ്മുടെ വലുപ്പത്തിൽ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഞാൻ സ്ലൈസസ് ആക്കുക. ഞാൻ ഇച്ചിരി വലിയ വലുപ്പത്തിൽ എടുക്കുകയാണ്, കാരണം ഇത് അത്ര ഇഷ്ടപ്പെടും. അവർ പിന്നെ ചോദിക്കും അത്ര ടേസ്റ്റായിരുന്നു. ഇതിനെ ഞാനിതാണ്ട് ഈ ചോക്ലേറ്റ് ഇട്ടിട്ട് ഒരു സോസ് പോലെ ആക്കി, വെറും ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളം ഒരു കുറച്ചെടുത്തിട്ട് ഈ ചോക്ലേറ്റും അതിട്ട് മെൽറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഞാനിത് ഒരെണ്ണം എടുത്തിപ്പോൾ കാണിച്ചു തരാം. അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അത് ഒരു ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് ലെയറിൻ്റെ തിക്നെസ് കുറഞ്ഞു. ഇത് 2 ബിസ്ക്കറ്റ് എടുത്തിരുന്നെങ്കിൽ ഇതേ തിക്നെസ്സിൽ തന്നെ നമുക്കൊരു ലെയർ കിട്ടും. അപ്പോൾ അത് കാണാനും ഭംഗിയുണ്ടാവും. അതുകൊണ്ട് 2 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, ആ ഒരു തിക്നെസ് വരും. അപ്പോൾ നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ സോസ് എടുത്ത് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുകയാണേ. ഇങ്ങനെ ഒഴിച്ച് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അതിൽ ഞാൻ ഇതിലേക്ക് ആ ചോക്ലേറ്റ് പീസസ് വെച്ച് ഓക്കെ. എന്നിട്ട് അത് സെർവ് ചെയ്യാം. ഇതാണ് ചീസ് കേക്ക്. ചീസില്ല, തൈര് വെച്ചിട്ട് പുളിയില്ലാത്ത തൈര് വെച്ചുണ്ടാക്കുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ കണ്ടു കഴിഞ്ഞാൽ ചീസ് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ചീസ് കേക്ക് പേരൊക്കെ ഇട്ടിരിക്കുന്നത്. അതിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ വൈറ്റ് ബാറ്ററിൽ ചോക്ലേറ്റിൻ്റെ പൊടി ഇട്ടിട്ട് നിങ്ങൾക്കത് ചോക്ലേറ്റ് കേക്ക് പോലും ആക്കാം, ചോക്ലേറ്റ് ചീസ് കേക്ക് ആക്കാം, ചോക്ലേറ്റ് ഫ്ലേവർ അങ്ങനെയും ചെയ്യാം. 2 ലെയറാക്കി എടുക്കാം, അങ്ങനെയും ചെയ്യാം. അത് നിങ്ങളുടെ ഇതുപോലെ നിങ്ങൾക്ക് എന്തായാലും മാറ്റിയെടുക്കാം.
സോ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ചാനലും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേപോലത്തെ റാൻഡം കണ്ടൻസ് ആണ്. ലാസ്റ്റ് ടൈം വീഡിയോ റിവ്യൂ, ടുഡേ വീഡിയോ സം കുക്കിംഗ് റെസിപ്പീസ്. സോ നെക്സ്റ്റ് ടൈം ഇതേപോലെ ഫുഡ് വ്ളോഗ്, വീഡിയോ വ്ളോഗ്, ഇഫ് ദ ലോക്ക്ഡൗൺ എൻഡ്സ് ഹോപ്പ്ഫുള്ളി. അതേപോലത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് യുവർ ഒപ്പീനിയൻസ് സോ ഐ ക്യാൻ ഇംപ്രൂവ് മൈ ചാനൽ അക്കോർഡിംഗ്ലി. താങ്ക് യു. ചെയ്തല്ല റിവ്യൂ, ഇന്നത്തെ ഫുഡ് വ്ളോഗ് സമ്മേക്കില്ല. കഴിഞ്ഞ